वक्रतुंड महाकाय सूर्यकोटि समप्रभ निर्विघ्नं कुरु मे देव सर्वकार्येषु सर्वदा। नमः शिवाय। नर्मदे। നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് അരുൺ പ്രഭു. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ ചാനലിലേക്ക് സുസ്വാഗതം. ഇന്ന് നമ്മുടെ ഈ ഒരു ചാനലിലൂടെ കുറേയേറെ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനും അതുവഴി നല്ല ഒരു അറിവ് നിങ്ങളുമായിട്ട് പങ്കിടാനും ഭാഗ്യമാണ് എന്നില് നിങ്ങളുടെ എല്ലാവിധ അനുഗ്രഹവും ഇതുവഴി ഈ ചാനലില് തന്നതിന് വളരെ വളരെ നന്ദി. അപ്പോൾ ഈ എപ്പിസോഡ് നമ്മുടെ പൗരാണികമായിട്ടുള്ള പല പുരാണങ്ങൾ നമ്മൾ കഥാരൂപേണയാണ് കേൾക്കുന്നതും മനസ്സിലാക്കുന്നതും. അപ്പോൾ ഈ ചാനലിൽ ആ കാര്യങ്ങൾ പറയുന്നതിന് മുമ്പ് ഞാനൊരു കഥ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. ഒരു മോനും ഒരമ്മയും, ഭർത്താവില്ല. അപ്പോൾ ആ അമ്മ മോനെ നല്ല രീതിയിൽ വളർത്തുക, അതായത് നല്ല പഠനം കൊടുത്ത്, അമ്മയാണെങ്കിൽ വീടുകളിൽ പണി ചെയ്തിട്ടാണ് മോനെ വളർത്തുന്നതും. അപ്പോൾ ആ അമ്മയുടെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ മോനെ നല്ല രീതിയിൽ പഠിപ്പിച്ച് പുറത്ത് ഫോറിൻ കൺട്രിയിൽ അയക്കുക എന്നുള്ളൊരു ആഗ്രഹമാണ്. അതേപോലെ സാധിക്കുകയും ചെയ്തു. മോൻ ഫോറിൻ കൺട്രീസിൽ പോയി. ആ കുടിലാണെങ്കിൽ തന്നെ വളരെ ദാരിദ്ര്യ രീതിയിൽ ആണ് പോയിക്കൊണ്ടിരുന്നതും. എന്നാൽ മോന്റെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കൂ അവനെ പുറം ലോകത്തയച്ചു, ഫോറിൻ കൺട്രീസിൽ. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ കയ്യിലുണ്ടായിരുന്ന കാശൊക്കെ തീർന്നു ആ അമ്മയുടെ. വീടുകളിൽ പോയി പണി ചെയ്യാൻ തക്ക ആരോഗ്യം പണ്ടത്തെ പോലെ ഇല്ല. അപ്പോൾ എന്താ ചെയ്യുക? നാട് തോണ്ടി തെണ്ടുവാൻ ഇറങ്ങുന്ന രീതിയിലായി. അവസാനം ഓരോ വീടുകൾ തോറും തെണ്ടി നടന്ന് ജീവിക്കാൻ തുടങ്ങി. അപ്പൊ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ ആ അമ്മയോട് തൻ്റെ അയൽവക്കക്കാരൻ ചോദിച്ചു, നിങ്ങളുടെ മോൻ ഗൾഫിലല്ലേ, അവനൊന്നും അയച്ചു തരുന്നില്ലേ എന്ന് ചോദിച്ചു. അവൻ്റെ ലെറ്ററൊക്കെ വരാറുണ്ട് എന്ന് ആ അമ്മ പറഞ്ഞു. അപ്പോൾ ലെറ്ററിൻ്റെ കൂടെ കുറച്ച് കളർഫുൾ ആയിട്ടുള്ള എന്തോ പേപ്പറുകൾ അതിൻ്റെ കൂടെ വരാറുണ്ട്, അത് ഞാൻ സൂക്ഷിച്ച് ഭദ്രമാക്കി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ അയൽവാസി പറഞ്ഞു, എന്നാ നമുക്ക് അമ്മയുടെ വീട്ടിൽ പോവാം,
അതെന്താണെന്ന് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ അയൽവാസി ഈ അമ്മയുടെ കുടിലിലേക്ക് പോവുകയും ആ വർണ്ണാഭമായിട്ടുള്ള കടലാസ് എന്താണെന്ന് നോക്കിയപ്പോഴാണ് മനസ്സിലായത് അത് ഓരോ മാസവും ഡ്രാഫ്റ്റ് അയച്ചു കൊടുക്കുന്ന ആ ഡ്രാഫ്റ്റാണ് ഈ അമ്മ കളർഫുൾ ആയിട്ടുള്ള പേപ്പർ എന്ന് പറയുന്നത്. അത് ഒരു ഡ്രാഫ്റ്റിൽ 10,000, ചിലപ്പോൾ 15,000, ചിലപ്പോൾ 20,000 ഒക്കെയാണ് മോൻ അമ്മയ്ക്ക് അയക്കുന്ന ഡ്രാഫ്റ്റ്. പക്ഷെ ആ അമ്മയ്ക്ക് അറിയില്ല ഇതെന്താ സംഭവം എന്നുള്ളത്. അമ്മ നോക്കുമ്പോൾ പഠിപ്പും വിവരവും ഇല്ലാത്തവരാണ്. അവർക്കതൊരു കളർഫുൾ പേപ്പർ, അതിലും ഉപരി അവർക്കൊന്നും അറിയില്ല. അപ്പൊ നാം എല്ലാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ പുരാണ വേദങ്ങള് ഇതൊക്കെ നാം ഒരു കഥാരൂപേണയാണ് നാം മനസ്സിലാക്കി വെച്ചിട്ടുള്ളത്. അതായത് ഒരമ്മ, ഞാൻ നേരത്തെ പറഞ്ഞ ആ അമ്മയുടെ അതേ ക്യാരക്ടറാണ് നാം എല്ലാവരും. ഇതിൻ്റെയൊക്കെ അകക്കാമ്പ് എന്താണ്, എങ്ങനെയാണ് ഒന്നൊന്നും നമ്മൾ മനസ്സിലാക്കില്ല. ഇപ്പൊ മഹാഭാരതം നമ്മൾ വായിക്കാൻ തുടങ്ങുമ്പോൾ അതൊരു കഥ, പണ്ട് നടന്ന ഒരു കഥ, അത്രേ ഉള്ളൂ. പക്ഷെ അതിൻ്റെ മൂല ആധാരം, സിംബോളിസം എന്താണ്, അതിന് എന്താണ്, അതിൻ്റെ തത്വം എന്താണെന്ന് ആരും ചിന്തിക്കാറുമില്ല, വിശകലനവും ചെയ്യാറില്ല. ഇപ്പൊ നാം ദേവ അസുര യുദ്ധം നടക്കാൻ തന്നെ കാരണം എന്തുവാ? മേരു കടഞ്ഞെടുക്കുന്ന സംഭവം തൊട്ടാണ് അസുരന്മാരും ദേവന്മാരും ഇടയാൻ കാരണം. ഈ മേരു കടയുന്ന തത്വം ആണ് ശരിയായ ഒരു സാധകന്റെ ജീവിതത്തിലുണ്ടാകുന്ന തത്വങ്ങളെന്ന് പറയാം. ഓരോ ഘട്ടങ്ങൾ എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. നമുക്കറിയാം, മഹാവിഷ്ണു കൂർമാവതാരം എടുത്തത് മേരു എന്നുള്ള ആ പർവ്വതം ബാലൻസ് ചെയ്യാനാണ്. വാസുകി എന്ന നാഗം വെച്ചാണ് മേരു കടഞ്ഞുകൊണ്ടിരുന്നത്. ഒരു ഭാഗം ദേവന്മാരും മറുഭാഗം അസുരന്മാരും. ആ കഥ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ഞാൻ ഈ പറയാൻ കാരണം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. മേരു കടഞ്ഞപ്പോൾ ആദ്യം വന്ന രത്നം എന്ന് പറഞ്ഞാല് 14 രത്നങ്ങളാണ് അല്ലെ? അതിൽ ആദ്യത്തെ രത്നം വിഷമാണ്. അത് ലോകത്തെ ഹനിക്കും. ആ വിഷം ഈ ലോകത്തെ നശിപ്പിക്കും എന്നറിഞ്ഞ മഹാദേവൻ, അപ്പോൾ വിഷം വന്നപ്പോൾ ആരും അത് അബ്സോർബ് ചെയ്യാൻ റെഡി അല്ലായിരുന്നു. മഹാവിഷ്ണു റെഡിയാണ്. പക്ഷെ മഹാവിഷ്ണു അത് എടുത്തു കഴിഞ്ഞാൽ ഈ മേരു കടയില് നടക്കത്തില്ല. അപ്പോൾ മഹാദേവൻ എന്താ ചെയ്തത്? അതെല്ലാം പാനം ചെയ്തു, ശാന്തമായിട്ട് പാനം ചെയ്തു. അപ്പൊ ഒരു സാധകനെ സംബന്ധിച്ചിടത്തോളം ഈ ഹലാഹല എന്ന് പറയുന്ന ആ വിഷം, അതുമായിട്ട് എന്താണ് ബന്ധമുള്ളത്? ആദ്യത്തെ രത്നം
അതായത് വിഷം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഒരു വ്യക്തിയില് വിഷം എന്ന് പറയുന്നത് ശത്രുക്കള്, കുശുമ്പ്. ഇന്ന് നാം നേരിടുന്ന പ്രശ്നങ്ങളാണ് ഇതിലെ വിഷം എന്ന് പറയുന്നത്. ഇപ്പോ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്നു ഓരോരുത്തര് വ്ളോഗർമാര് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള വ്യക്തിയാണെങ്കിൽ തന്നെയും അവനെ നെഗറ്റീവാക്കി ചിത്രീകരിച്ച് വീഡിയോ ഇടുന്നു. അതിൻ്റെ താഴെ നമുക്ക് മനസ്സിലാക്കാം പലതരത്തിലുള്ള കമന്റുകളായിരിക്കും അല്ലേ. പോസിറ്റീവ് ഉണ്ടാവും, പക്ഷെ പോസിറ്റീവ് ഒക്കെ 10% ഉണ്ടാവുള്ളൂ, ബാക്കി 90% നെഗറ്റീവ് കമന്റ് ആയിരിക്കും. അതാണ് വിഷം എന്ന് പറയുന്നത്. സത്യത്തിൽ ആ വീഡിയോയിൽ കാണുന്ന വ്യക്തി പോസിറ്റീവ് ആയിരിക്കും, പക്ഷെ ഒരു പോസിറ്റീവ് വ്യക്തിയെ നെഗറ്റീവ് ആക്കുക ഈ ഒരു കാലം അതാണ്. പലതരത്തിൽ ഇപ്പൊ നിങ്ങൾ വിജയിക്കുകയാണെങ്കിൽ നിങ്ങൾ എങ്ങനെയെങ്കിലും തോൽപ്പിക്കാൻ നിങ്ങളുടെ ശത്രുക്കൾ ഉണ്ടാവും. അപ്പോ ഈ ഒരു വിഷമെന്ന് മനസ്സിലാക്കുന്നത് ഒരു സാധകന്റെ ആദ്യ പടിയായിട്ടുള്ളതാണ് വിമർശനങ്ങൾ, കുശുമ്പുകൾ, ശത്രുക്തകൾ. ഈ ഒരു ഘട്ടത്തെ മൗനം എന്നുള്ള രത്നം കൊണ്ട് അതിജീവിക്കുകയാണെങ്കിൽ അടുത്ത ഘട്ടം എന്ന് പറയുന്നത് കാമധേനുവാണ് അല്ലേ. രണ്ടാമത് വന്നത് കാമധേനുവാണ്. കാമധേനു എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് എന്തു ചോദിക്കുന്നു അല്ലെ. കാമധേനു അങ്ങനെയാണല്ലോ, മറ്റുള്ളവന് എന്താണോ ആഗ്രഹങ്ങൾ അത് സാധിച്ചു കൊടുക്കുക. എപ്പോഴും ഒരു അക്ഷയപാത്രമായിട്ട് മാറുന്ന ഒരു തലമാണ് സാധകന്റെ രണ്ടാമത്തെ ഘട്ടം. മൂന്നാമത് വന്ന രത്നമാണ് ഉച്ചൈശ്രവൺ എന്ന് പറയുന്ന ചിറകുള്ള കുതിര. രണ്ടാമത്തെ ഘട്ടം മാറിക്കഴിഞ്ഞാൽ ആ സാധകൻ എത്തുന്നത് ചിറകുള്ള കുതിരയാണ്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം സാധകൻ എത്ര നല്ല രീതിയിൽ ഫലവത്തായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോകുന്നു എന്നുള്ളത്. കാരണം കുതിരയെ ആശ്രയിച്ചാണ് ശക്തികൾ. ഇന്ന് ഏതെങ്കിലും മിഷനറീസ്, അതായത് കാറോ ലോറിയോ, അത് ഹോഴ്സ് പവർ എന്നുള്ള തലത്തിലാണ് അതിൻ്റെ ശക്തി മനസ്സിലാക്കുന്നത്. അപ്പൊ സാധകന്റെ മൂന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് വളരെ ശക്തമായി, മാത്രമല്ല പറക്കാവുന്ന രീതിയിൽ ആണ് ആ സാധകന്റെ മൂന്നാമത്തെ ഘട്ടം. നാലാമത്തെ ഘട്ടം എത്തുമ്പോൾ എന്താണ്? പൂർണ്ണമായിട്ടുള്ള ഐരാവതം, ഇന്ദ്രന്റെ ഐരാവതം. ഇപ്പോ ഐരാവതം ആവുമ്പോൾ ആ സാധകൻ എന്തായിരിക്കും? ഐരാവതത്തിന് ഒരു ആനയുടെ മേളിലിരിക്കുന്നവന്റെ ഗാംഭീര്യം ഒന്ന് വേറെ തന്നെയാണ് അല്ലേ. അത് ഒരു ഐരാവതത്തിന്റെ മേളിലിരിക്കുമ്പോൾ ഇന്ദ്രന് തുല്യം എന്നുള്ള ഒരു തലമെത്തി, മറ്റുള്ളവനെ ആകർഷിക്കുന്ന രീതിയിൽ, മറ്റുള്ളവൻ, അതായത് ഒരു സാധകൻ ഏതെങ്കിലും ഒരു തുറന്ന സദസ്സിലെത്തുമ്പോൾ മറ്റുള്ളവര് ബഹുമാനിക്കുന്ന രീതിയിൽ ആയിത്തീരുന്ന ഒരവസ്ഥ.
മാത്രമല്ല ആന ഒരു ഗ്രാമത്തിൽ വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു അറ്റ്മോസ്ഫിയർ നമുക്ക് സുപരിചിതമാണ്. ആനയൂട്ട് നടക്കുന്നു, ഗജപൂജ നടക്കുന്നു, അല്ലേ? മാത്രമല്ല ആന നടന്ന് പോകുന്ന വഴിയിൽ ഏതെങ്കിലും ഒരു പട്ടി അതായത് നേരിട്ട് നിന്ന് ഫേസ് ടു ഫേസ് നിന്ന് ആരും കുരയ്ക്കാറില്ല. ആനയുടെ മുമ്പിൽ നിന്ന് ഒരു നായും കുരയ്ക്കാറില്ല. മറിച്ച് ആനയുടെ പുറകിൽ നിന്നാണ് കുരയ്ക്കാറ്. എന്നാൽ ഈ ആനയ്ക്ക് ഈ പട്ടി കുരയ്ക്കുന്നതായിട്ട് ഒരു തരത്തിലുള്ള വ്യതിയാനവും ഉണ്ടാവുന്നില്ല. അവരങ്ങനെ കുരയ്ക്കും, പക്ഷെ ആന എങ്ങനെയാണോ നടന്നുകൊണ്ടിരുന്നത് ആ രീതിയിൽ തന്നെ ആന നടന്നുകൊണ്ടിരിക്കും. പക്ഷേ ഈ പട്ടികള് മറ്റുള്ള ഗ്രാമത്തിൽ ഒരിക്കലും പോയി കുരയ്ക്കാറില്ല. കുരച്ചാൽ അവിടുത്തെ വേറെ യൂണിയൻ പട്ടികളുണ്ട്, അവർ കുരച്ച് ഇവരെ ആട്ടിപ്പായിക്കും. ഇതിൽ നിന്ന് നമ്മൾക്ക് എന്താ മനസ്സിലായത്? ഒരു സാധകൻ എത്തേണ്ടടുത്ത് ആ ഘട്ടത്തിലെത്തി, പക്ഷെ അവന് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും, ശത്രുക്കളുണ്ടാവും, പക്ഷെ ആ ശത്രുക്കളെ ഒന്നും മൈൻഡാതെ മുമ്പോട്ട് തന്നെയാണ്, ഒരു പ്രശ്നവും ഇല്ലാതെ മുമ്പോട്ട് പോകുമെന്നുള്ളതാണ്. ശത്രുക്കള് ഈ പറയുന്ന പട്ടികളെ പോലെയാണ്. അവര് പുറകിൽ നിന്നേ കുരയ്ക്കുള്ളൂ, മുമ്പിൽ ഒന്നും ആരും കുരയ്ക്കാറില്ല, പേടിയാണ്. മാത്രവുമല്ല ഈ പട്ടികള് അവരുടെ ആ തലം മാത്രമേ നിന്ന് കുരയ്ക്കുകയുള്ളൂ, ഏരിയ വിട്ട് കുരയ്ക്കാൻ പോകാറില്ല. പോയാൽ അപ്പുറത്തുള്ള ഏരിയയിലെ പട്ടികള് ഇവരുടെ കാര്യത്തിൽ തീരുമാനമാക്കും. അതേപോലെ ഒരു സാധകൻ പോകുന്ന ഘട്ടങ്ങളാണ് ഈ മേരു പർവ്വതം കടഞ്ഞു കിട്ടുന്ന രത്നങ്ങൾ വഴി ഓരോ തത്വങ്ങള് നമ്മളെ മനസ്സിലാക്കി കൊടുക്കുന്നത്. മഹാലക്ഷ്മി വന്നു. അപ്പൊ ഒരു സാധകന് ആ ഒരു തലം എത്തിക്കഴിഞ്ഞാൽ ലക്ഷ്മിയെ 2 രൂപത്തിൽ യൂസ് ചെയ്യാം. നല്ല രീതിയിൽ യൂസ് ചെയ്യാം, നെഗറ്റീവ് വികടലക്ഷ്മിയായിട്ട് യൂസ് ചെയ്യാം, അല്ലേ? മദ്യപിച്ച് ഉന്മത്തനായിട്ട് മറ്റുള്ളവരെ ചതിക്കാൻ വേണ്ടി ഈ ധനം യൂസ് ചെയ്യാം. അതേപോലെ ഈ ധനം നല്ലവതാക്കാനും യൂസ് ചെയ്യാം. നല്ല രീതിയിലാവുമ്പോൾ അടുത്ത ഘട്ടത്തിലെത്തും അപ്സരസുകൾ. അതിലും മായം പോകാതെ അടുത്ത ഘട്ടത്തില് സാധകൻ എത്തുന്നു. ഈ ആദ്യ ഘട്ടം തൊട്ട് ആ സാധകൻ പൂർണ്ണ സാത്വികനായിട്ട് സാധനയിൽ പൂർണ്ണ എനർജി ആയിട്ട് മുമ്പോട്ട് പോകുമ്പോൾ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ വന്നാലും തൻ്റെ സാധനയിൽ പൂർണ്ണമായിട്ട് അലിഞ്ഞ് വരുമ്പോൾ അവൻ ഓരോ രത്നങ്ങള് മറികടക്കും. ഓരോ ഘട്ടങ്ങള് അവൻ വിജയിച്ച് തന്നെ വരും. അവസാനം അമൃത്, അതേപോലെ ധന്വന്തരി. അതിനർത്ഥം മനസ്സിലാക്കുന്നത് അവൻ പൂർണ്ണ സിദ്ധനായി എന്നുള്ളതാണ്. അമൃത് എന്താണ്? അതിജീവനമാണ്, അല്ലേ? മരിക്കുന്നവന് പോലും അമൃത് കൊടുത്താൽ അവൻ ജീവിച്ചു വരും.
ധന്വന്തിരി എന്തുവാണ്? എന്തു തരത്തിലുള്ള പ്രശ്നങ്ങളും മാറ്റിക്കൊടുക്കും. അപ്പോൾ ഇത് ലാസ്റ്റ് ഘട്ടമാണ് ഒരു സാധകന്റെ. സിദ്ധിയായി പൂർണ്ണ സിദ്ധൻ എന്നുള്ള തലത്തിലെത്തുമ്പോൾ തന്നോട് ആര് അടുത്തു വരുന്നോ, തന്നെ ആര് അപ്രോച്ച് ചെയ്യുന്നോ, അവൻ ഓട്ടോമാറ്റിക്കലി പോസിറ്റീവ് ആവുന്നു. തൻ്റെ അടുക്കൽ ഏത് രോഗി വരുന്നു, അവൻ രോഗവിമുക്തനാവുന്നു. തൻ്റെ അടുക്കൽ ഏതെങ്കിലും പ്രശ്നമായിട്ട് വരുന്നു, അത് ആ പ്രശ്നങ്ങളെല്ലാം സോൾവ് ആകുന്നു. അതായത് പൂർണ്ണ സിദ്ധി ആകുന്നു എന്നുള്ളതാണ്. അതാണ് സിദ്ധന്മാർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതുവരെ നമ്മുടെ കാൽക്കുലേഷൻ എന്ന് പറഞ്ഞാൽ ഒരു കഥയായിരുന്നു. മേരുപർവ്വതം കടയുന്നു, ഈ പറയുന്ന ഓരോ കിഴക്കലിലും ഓരോ രത്നങ്ങൾ വരുന്നു. ഇപ്പൊ കൗസ്തുഭമണി എന്ന് പറഞ്ഞാല് മഹാവിഷ്ണുവിന്റെ കിരീടത്തിന്റെ മേലിലുള്ളതാണ്. അപ്പൊ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? ഒരു സാധകന്റെ ഘട്ടമാവുമ്പോൾ അവന്റെ തേജസ്, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ തേജസ് ഘട്ടം കഴിഞ്ഞാൽ പിന്നെ അവനെ തടുക്കാൻ ആരെയും കൊണ്ടും കഴിയില്ല. ഇപ്പൊ സാധകൻ പ്യുവർ ആണെങ്കിൽ അവന്റെ ആദ്യത്തെ ഘട്ടം കഴിഞ്ഞാൽ പിന്നെ ശത്രുക്കളോ താന്ത്രികരായിട്ടുള്ള ആര് വിചാരിച്ചാലും അവനെ പിന്നോട്ട് വീഴ്ത്താനോ അവനെ തളർത്താനോ പറ്റില്ല. കാരണം അവന് ആ സാധനയിലുള്ള പൂർണ്ണ മനസ്സ് അവിടെയുണ്ട്. അതാണ് ഞാൻ പറയുന്നത്. നമ്മൾ വേദങ്ങള് കഥാരൂപേണയാണ് മനസ്സിലാക്കുന്നതെങ്കിലും അതിൻ്റെ അന്തസത്ത മനസ്സിലാക്കാൻ നാം ശ്രമിക്കണം. ആ ശ്രമിച്ചാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ എത്ര ഈസിയാണെന്ന് കൊണ്ടുപോകാൻ എത്ര ഈസിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. നാം അത് ഗാഢമായിട്ട് സിംബലൈസ് ചെയ്താൽ മാത്രമേ അത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും എപ്പോഴും നല്ലത് വരണേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഓം നമഃ ശിവായ. നർമ്മദേ ഹര. शमस्वत्वं शेषशैलशिखामणे